Hello guys, welcome back to our channel MYSTIQUE Life. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കെട്ടുങ്ങൽ ബീച്ച്. കെട്ടുങ്ങൽ ബീച്ച് ഇവിടെ പരപ്പനാടിന് ഒരു 6 കിലോമീറ്റർ. പരപ്പനാടി ബീച്ചല്ല, അതിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ്. അപ്പോൾ നല്ല നല്ല സ്പോട്ടുകളുണ്ട് അവിടെ. നമുക്ക് ഇന്ന് അവിടെ പോയി കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്താണ്. ശരി. ഓ ശരി, ഓക്കെ, ബൈ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കെട്ടുങ്ങൽ ബീച്ചാണ്. കെട്ടുങ്ങൽ ബീച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു 6 കിലോമീറ്ററാണ് പരപ്പനാടിന്. ബീച്ച് ഏരിയ ആണ്. അപ്പോൾ ഇന്ന് അസീബും അക്തറും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കത്തിലാണ് വന്നത്. നമ്മൾ ഓവാലം എത്തിയിരിക്കുന്നു. ഓവാലം അപ്പോൾ അക്തറിനെ കിട്ടി, അസിയ ബാക്കിലുണ്ട് കേട്ടോ. അക്തർ ഫുള്ള് പാട്ട് പാടുക. അത്ര ഫുള്ള് പാട്ട് കേൾക്കല്ലേ, ചെക്കൻ ഫുൾ റൊമാൻറ്റിക് ആണ്. ഇതാണ് പരപ്പനാടി ടൗണ്. അങ്ങനെ നമ്മൾ ബീച്ച് റോഡാണിത്, ബീച്ച് റോഡ്. അങ്ങനെ ബീച്ച് റോഡിലേക്ക് എത്തിയിരിക്കുന്നു. ബീച്ച് റോഡിലേക്കുള്ള വഴിയാണിത്. ഇവിടെ പോയാൽ എന്താ ഉണ്ടോ? പിന്നെ ഞാനൊക്കെ പഠിച്ച സ്കൂൾ ഇവിടെയാണ്. നമ്മളെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ വീട് കാണാം. സ്പോട്ടുള്ള വഴി അവിടെയാണ്. ഇതാണ് വഴി. അതിനിപ്പുറത്ത് തന്നെയാണ് നമ്മളെ മന്ത്രി ആയിരുന്ന അബ്ദുറബിന്റെ വീട്. ഇതാണ് മതില്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിരിക്കുന്നു. പരപ്പനങ്ങാടി ബീച്ച് ഏരിയ ആട്ടത്. അങ്ങനെ ഞങ്ങൾ കെട്ടുങ്ങൽ ബീച്ച് എത്താനായി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു 6:50 ആ ടൈമിലാണ്. നമ്മൾ ശരിക്കും 6 മണിക്കാണ് ഇറങ്ങിയത്. ഇവിടെ റോഡ് മോശം കേട്ടോ. അപ്പം നമുക്ക് ഈ റോഡിന് ഇങ്ങനെ വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പാലത്തിൻ്റെ അപ്പുറപ്പുറം പോയ കടൽ ഇങ്ങനെ കേട്ടാകുമ്പോൾ കടലുണ്ടി പോലെ തന്നെയാണ്. പക്ഷെ കടലുണ്ടിയിൽ വേറെ വൈബാണ്, ഇവിടെ വേറെ വൈബ്. ഇവിടെ ഇരിക്കാനൊക്കെ മറ്റേ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് പോവാം അങ്ങോട്ട്. ഇതാണ് കെട്ടുങ്ങൽ ബീച്ച്. നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം 2 ദിവസം മുന്നേ അവിടെ നല്ല മഴ പെയ്തിന്.
അത് വേസ്റ്റ് എല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിലില്ലേ, അത് കണ്ട ചെക്കന്മാർ ഫുട്ബോളൊക്കെ കളിക്കണം. രാവിലെ നല്ല രസമുണ്ടാവും അല്ലേ? അവിടെ ഒരാൾ മീൻ പിടിക്കാൻ പോകണമല്ലോ. അതെപ്പോൾ വീശും. രാവിലെ തന്നെ ഉണ്ടാവും കുറേ ആൾക്കാർ. കുറച്ചൊക്കെ ഉണ്ട്, എന്നാൽ ആൾക്കാരുണ്ട്. ഒരു നേക്കാട്ടോ അത്. ചങ്ങായിക്ക് മീൻ കിട്ടിക്കണല്ലേ. പിന്നെ കുറച്ച് അവിടെ ഫുള്ള് കുട്ടികള് കളിക്കാണ് ആ മറ്റേ തന്നെ. പാർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ക്ലോസ് ആണ് അത്. പാർക്ക് കുട്ടികള് വരും കളിക്കാന്, ചെറിയ കുട്ടികളൊക്കെ. നല്ല ഉഷാറ് റോഡാട്ടാ, നല്ല റോഡാ. ഇനി ഫുള്ളങ്ങോട്ട് ഓഫ് റോഡ് പോലെ കേട്ടോ. റോഡും കൂടി വന്നിട്ട് ഉഷാറാട്ടോ. പെട്ടെന്ന് വെള്ളം കയറും ഈ ഏരിയയിലൊക്കെ. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിരിക്കുന്നു. ബീച്ച് ഇവിടെ ഫുള്ള് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ. പക്ഷെ ഇപ്പം തീരെ ആൾക്കാരൊന്നും ഇല്ല. കൊറോണ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞു. അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ തോന്നെ ആൾക്കാരുണ്ടാവും. പിന്നെ അവിടെ പാർക്ക് ഉണ്ടായി നമുക്ക് പോവാം. അത്തർ റസീബ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക്. ഇത് വലിയ ആൾക്കാർക്കല്ല, കുട്ടികൾക്കുള്ളതാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ ഫുട്ബോളൊക്കെ കളിക്കണം. രാവിലെ അവിടെ ഫുട്ബോളൊക്കെ കളിക്കും. പിന്നെ ആ ഏരിയ അവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെയല്ലോ, അവിടെ മീൻ പിടിക്കണ. ഇവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. ഈ ചേച്ചിമാരെ ഒഴിവാക്കട്ടെ. അവിടെ ആ കാക്ക വല വീശാൻ പോവാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയാണ് എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.